വെൽക്കം ബാക്ക് ടു ലേണിനോ. ബിടെക്കിന്റെ സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികള്, പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികള് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. സോ അതിന്റെ ഓർഡറിൽ കറക്റ്റ് ആയിട്ട് നോക്കുക. ഫസ്റ്റ് വൺ നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ സിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെന്റ് മെമ്മോ. സെക്കൻഡ് വൺ +2 മാർക്ക് ഷീറ്റ്. ദെൻ ഡാറ്റ ഷീറ്റ്. നമുക്ക് സിയിൽ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ ആ അലോട്ട്മെന്റ് പ്രോസസ്സിലൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. ഡാറ്റ ഷീറ്റ്, SSLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ഒറിജിനൽ. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ആവാം, SSLC സർട്ടിഫിക്കറ്റ് ആവാം, ഇതിൽ ഏതായാലും കുഴപ്പമില്ല. പിന്നെ പ്രൂഫ് ഓഫ് നാറ്റിവിറ്റി ഇൻ ഒറിജിനൽ, അതിനും ഈ പറഞ്ഞ പോലെ SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട്, അതിൽ ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ അത് പ്രോസ്പെക്ടസിൽ അത് പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഏത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അത് ഈ SC BC OBC കാറ്റഗറിയിൽ വരുന്നവർക്ക് മാത്രമാണ്. EWS സർട്ടിഫിക്കറ്റ്, അതും ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർക്ക്. പിന്നെ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇപ്പൊ കാസ്റ്റ് കമ്മ്യൂണിറ്റി കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് വേണം. പിന്നെ TC, സ്റ്റുഡന്റ് വിത്തൗട്ട് TC വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു ജോയിൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം. കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻ ദ റെലവന്റ് ഫോർമാറ്റ്, നമ്മുടെ കീമിന്റെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ആ അനക്ഷറിൽ കൊടുത്തിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, HSC അല്ലെങ്കിൽ VHSC അല്ലാതെയുള്ള ഏതെങ്കിലും ബോർഡിൽ നിന്ന് വന്നവർക്ക് മാത്രമേ അത് ആവശ്യമുള്ളൂ. പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ. അടുത്തത് എനി അതർ സർട്ടിഫിക്കറ്റ്, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, നമ്മൾ ഏതെങ്കിലും കോട്ട വഴിയൊക്കെ കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മൾ സിഇയിലേക്ക് പേ ചെയ്തിട്ടുള്ള ഫീഡർ റെസിപ്റ്റ്. ദെൻ പ്രിന്റ് ഔട്ട് ഓഫ് രജിസ്ട്രേഷൻ ഫോം, നമ്മൾ രജിസ്ട്രേഷൻ ലിങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് വഴി, അപ്പൊ അതിന്റെ ഒരു ഫോം ഉണ്ടെങ്കിൽ PTA ഫണ്ട്, ബസ് ഫണ്ട്, റീസിപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെയൊക്കെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് കയ്യിലുണ്ടായിരിക്കുക. പിന്നെ 1 സെറ്റ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ്, ഇനി ഇത്രയും നമ്മൾ പറഞ്ഞ സർട്ടിഫിക്കറ്റ്. ഇനി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഏതൊക്കെ വേണം എന്നുള്ളതാണ്. അലോട്ട്മെന്റ് മെമ്മോ, ഡാറ്റ ഷീറ്റ്, അതേപോലെ തന്നെ ഇത് ആർക്കിടെക്ചർ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് കേട്ടോ NITA സ്കോർ കാർഡ് വരുന്നത്. പിന്നെ SSLC സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ, ഇതൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള, അപ്പൊ നമ്മൾ ഒറിജിനലിന്റെ ഒപ്പം തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് ഈ കോപ്പീസും വേണം. മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, പാസ് സർട്ടിഫിക്കറ്റ്, EWS കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെയും കൂടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് വേണം. അപ്പൊ നേരത്തെ പറഞ്ഞ അത്രയും സർട്ടിഫിക്കറ്റുകളും ഇപ്പോ ഈ കാണുന്ന ഇത്രയും ഇതിന്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കുക, ഒറിജിനലിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കയ്യിൽ വെക്കാം. ഒപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ സഫീഷ്യന്റ് ആയിട്ട് നിങ്ങൾ കോപ്പീസ്, ഫോട്ടോ കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തുക. നമ്മൾ കൊടുക്കുന്ന ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ നമ്മൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുക്കുന്നത്, അതിന്റെയൊക്കെ ഫോട്ടോ കോപ്പീസ് എപ്പോഴും നമ്മുടെ കയ്യിൽ എടുത്തു വെച്ചതിന് ശേഷം മാത്രം നമ്മളിത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അല്ലെങ്കിൽ സ്റ്റാമ്പ് സൈസ് ഫോട്ടോസ് ഒക്കെ നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം പല ഡോക്യുമെന്റ്സിലും നിങ്ങൾ അതൊക്കെ പേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതും കൂടെ റെഡി ആക്കിയിട്ട് വേണം നമ്മൾ അഡ്മിഷന് പോകാനായിട്ട്. താങ്ക് യു.